സർ, ഇപ്പോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അവർക്ക് പോരാ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്താൽ പോരാ, ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതിനോട് സമാനമായ രീതിയിലാണ് ഇവിടെ പ്രതിപക്ഷം അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. സാർ, CPIഎമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള MLA ശാന്തകുമാരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. സുരേഷ് ഗോപിയുടെ അതേ നിലപാടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ UDF MLAമാർക്കും ഉള്ളതെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് ശാന്തകുമാരി എന്ന് സഭയിൽ ചെയ്തത്. ആ തീപ്പൊരി പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന വിവിധ അംഗങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല, വിവിധ അംഗങ്ങൾ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ ഒന്ന് പട്ടികജാതി ജനവിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടായി. ഇന്ത്യയിലെ 16.6% വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇത്തവണ മാറ്റിവെച്ചത് 3.4%. 9% വരുന്ന പട്ടികവർഗ വിഭാഗത്തിന് 2.9%. സർ, ഈ കേരളത്തിൽ 9.1% പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് 9.81%, 1.45% പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2.89%. അതായത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. എന്നാൽ സാർ, ഈ കേന്ദ്രം ഇത്തരത്തിൽ ഈ വിഭാഗങ്ങളെ പരമാവധി ദ്രോഹിക്കുകയും അവരെ എല്ലാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത നടപടിയെ സംബന്ധിച്ച് UDFന് ഒരു അഭിപ്രായവുമില്ല. ഇവിടെ എന്താ ഫണ്ട് വെട്ടിക്കുറച്ചെന്ന നിലയിലാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടുവരുന്നത്. അത് യഥാർത്ഥ അവരോട് സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ്. നോക്കൂ, ഇത്തവണ നമുക്കറിയാം 2979 കോടിയിൽ നിന്നും നിലവിലുണ്ടായിരുന്ന വിഹിതത്തിൽ നിന്ന് 3188.25 കോടി രൂപയാണ് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചത് ഈ സംസ്ഥാന ഗവൺമെന്റ്. ST വിഭാഗത്തിന് 859.50 കോടിയിൽ നിന്ന് 920 കോടിയായി വർദ്ധിപ്പിച്ചു കേരളത്തിലെ ഗവൺമെന്റ്. അതുപോലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 266.26 കോടിയിൽ നിന്ന് 276.62 കോടിയായി വർദ്ധിപ്പിച്ചു. അതായത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ പൊതുസമൂഹത്തിനോടൊപ്പം ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണെന്നിരിക്കെ പട്ടികജാതിക്കാർക്കൊന്നും നൽകുന്നില്ല എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ഒരു വിവേചനം ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷം നടത്തുന്ന വല്ലാത്തൊരു അങ്കലാപ്പാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ വർത്തമാനം പറഞ്ഞത്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ വീണ്ടും പറയുന്നത്, ഇവിടെ പട്ടികജാതിക്കാർക്ക് മന്ത്രിയുണ്ടോ? സർ, ഇപ്പോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അവർക്ക് പോരാ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്താൽ പോരാ, ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതിനോട് സമാനമായ രീതിയിലാണ് ഇവിടെ പ്രതിപക്ഷം അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. സാർ, നോക്കൂ, നമ്മൾ പറയേണ്ട കാര്യം എന്താ, ഇവിടെ 2011 VSന്റെ ഗവൺമെന്റ് കാലത്ത് 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്ത് അന്ന് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആലത്തൂർ MP ബഹുമാനപ്പെട്ട ചെയറിലാണ്, സ്പീക്കറായിരുന്നു. സാർ, അതേ വർഷം തന്നെയാണ് AK ബാലൻ അന്ന് കൈകാര്യം ചെയ്ത ഇലക്ട്രിസിറ്റിയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പാണ്. ഞങ്ങൾ അപ്പുറത്തും പറയുന്നില്ല, ശ്രീ AP അനിൽകുമാറും ജയലക്ഷ്മിയും ഒക്കെ അവിടെ ആ നിലയിൽ തന്നെ പരിഗണന കൊടുത്തു വന്നവരാണ്. എന്തിനാണ് ഈ ഒരു വർത്തമാന കാലഘട്ടത്ത് പട്ടികജാതിക്കാർക്കെതിരെ, ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ, ഈ വിഭാഗത്തിന് പൊതുവായി ഒരു വിവേചനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്താ? പരിഗണന എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിഗണനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴും നൽകിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു വിവേചനത്തിൽ ചർച്ച കൊണ്ടുവരുന്നതിന് ലക്ഷ്യം രാഷ്ട്രീയമാണ്. ആ വിഭാഗത്തിന്റെ ഏതെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന ഗവേഷണത്തിന്റെ ഭാഗമാണ്. ഇത് അംഗീകരിക്കില്ല, ഈ വിഭാഗം കേരളത്തിൽ അംഗീകരിക്കില്ല. അവർ ഏറ്റവും ഉയർന്ന നിലയിൽ ഇന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. സാർ, നോക്കൂ, ഇവിടെ നമുക്ക് ഇത് മാത്രമല്ലല്ലോ, ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനം കടന്നവരെയാണ്. 810 കുട്ടികൾ ഓവർസീസ് വിദേശ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 500 പേർ കേരളത്തില് ഇന്ന് നമ്മുടെ അക്കഡേറ്റ് എഞ്ചിനീയർമാർ വിവിധ പഞ്ചായത്തുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട റോജി പറഞ്ഞു സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച്. ആരാ സർ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചത്? ഈ കേന്ദ്ര ഗവൺമെന്റ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് വേണ്ടി 2 ലക്ഷം ഉയർന്ന വരുമാന പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പിൽ വരുമാനം ഒരു പരിധിയല്ല എന്ന് നിശ്ചയിച്ചത് ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണ്. നിങ്ങൾ നോക്കണം, ഇപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തതാ. ഇപ്പൊ നോക്കൂ, കേന്ദ്രം അത് നിഷേധിച്ചു. വരുമാനത്തിന്റെ പേരിൽ 7,56,686 കുട്ടികൾക്ക് കേന്ദ്രം നിഷേധിക്കപ്പെട്ട സംഖ്യ അടക്കം പൂർണ്ണമായും ഈ കേരളത്തിൽ കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്.
പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൾ 14 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം ഒരു ചർച്ച ഇവിടെ കൊണ്ടുവരുന്നത് ഗുണകരമല്ല. മറ്റൊന്ന് ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട നമുക്ക് റൂൾ 50 അവതരിപ്പിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ അപ്പുറത്തുനിന്നുണ്ടായതിനെ കുറിച്ചുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചു. സാർ, നമ്മുടെ ചേച്ചിമാര്, അതായത് ആശാമാരെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. അംഗൻവാടി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്കർമാർ, ഹെൽപ്പർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വളരെ വൈകാര്യമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള റൂൾ 50 ആണ് ബഹുമാനപ്പെട്ട ഇവിടെ ചർച്ച ചെയ്ത് പ്രതിപക്ഷം ചർച്ച ചെയ്ത്. നോക്കൂ, കേരളത്തിൽ അവർക്ക് വരുമാനം അവരുടെ മാസ വരുമാനത്തിൽ വർധനവ് മാത്രമാണ്. ഈ ഘട്ടത്തിൽ ഈ ഒരു വർത്തമാനം പറയുന്നതിന്റെ ലക്ഷ്യം എന്താ സാർ? രാഷ്ട്രീയമാണ്. നമ്മൾ നോക്കൂ, എല്ലാ MLA ഇവിടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സ്മാർട്ട് അംഗൻവാടികൾ കൊടുത്ത പണം എത്രയാ? ഞാൻ കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യ മാത്രമല്ല, പിന്നെ പഞ്ചായത്തുകളാണ് ഇതിന്റെ എല്ലാം പൂർണ്ണ അധികാരം. അവർക്ക് കൊടുക്കേണ്ട ഓണറേറിയം പഞ്ചായത്താണ് കൊടുക്കുന്നത്. ഇപ്പൊ മെമ്പർ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാം ഇവിടെ അംഗൻവാടി വർക്കർമാർ നേരിട്ട് കൊടുക്കുക. എവിടെയാ സാർ? എവിടെയാ അങ്ങനെ ഒരു ഉള്ളത്? അത് കണ്ടെത്തൂ. ഞങ്ങളുടെ മണ്ഡലങ്ങളൊന്നുമില്ല. നിങ്ങൾ അത് കൃത്യമായി പരിശോധിക്കണം. UDFന്റെ MLA കൃത്യമായി പരിശോധിക്കണം. ഒരിടത്തും കൊടുക്കുന്ന പഞ്ചായത്തിന്റെ ചുമതലയാണ്. പഞ്ചായത്താണ് അത്തരം ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത്. വാടക കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. മുട്ടയുടെ അഡ്വാൻസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരിടത്തുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ സംസാരിച്ച ശേഷമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവരെ സംതൃപ്തരാണ്. എന്നാൽ അവരെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അനുഭാവപൂർവ്വമായി ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളത്. ഞങ്ങളത് എതിരല്ല, സമരത്തിനും എതിരല്ല. പക്ഷെ ഇവിടെ വന്ന് പറയുന്നത് എന്തെല്ലാം വ്യത്യസ്തമായ പദ്ധതികൾ അംഗൻവാടികളുടെ കുട്ടികളുടെ വികസനത്തിന് നടപ്പിലാക്കുമ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവരെ മോശപ്പെടുത്താൻ വേണ്ടി സമീപനം സ്വീകരിക്കുകയാണ്. ഇതാണ് സ്വീകരിക്കുന്നത്. 4-5 വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയൂ സാർ? ഇത് യഥാർത്ഥത്തിൽ ഈ പാർശ്വവൽകൃതമായ സമൂഹത്തിനിടയിൽ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരെ വലിച്ചിഴക്കാൻ, തെരുവീതികളിലേക്ക് വലിച്ചിഴച്ചുകൊടുക്കാനുള്ള രാഷ്ട്രീയ ലാക്കാണ് ഇപ്പോ കോൺഗ്രസും പ്രതിപക്ഷവും നടപ്പിലാക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.